Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. അഖിലേന്ത്യാ ആണവവിരുദ്ധ സമ്മേളനത്തിന് ചീമേനിയിൽ തുടക്കമായി. ഡോക്ടർ സൗമ്യ ദത്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. അഖിലേന്ത്യാ ആണവവിരുദ്ധ സമ്മേളനത്തിന് ചീമേനിയിൽ തുടക്കമായി. ചീമേനി ധർമ്മശാസ്ത്ര ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടക്കുന്നത്. ചീമേനിയിലെ നിർദ്ദിഷ്ട ആണവ നിലയ പദ്ധതി ഉപേക്ഷിക്കുക, സ്വകാര്യ ആണവ നിലയ സ്ഥാപനത്തിനായി കേന്ദ്ര സർക്കാർ അനുവദിച്ച ബജറ്റ് വിഹിതം റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമ്മേളനം മുന്നോട്ട് വെക്കുന്നത്. ഡോക്ടർ സൗമ്യ ദത്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. But what is the truth is, people are against this development. What is the fact is, people are resisting the way they are resisting it. സുബ്രഹ്മണ്യൻ മാസ്റ്റർ, ഡോക്ടർ എം വി രമണ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമി സംഘടിപ്പിച്ച പുഴ ശുചീകരണ യജ്ഞം ഉളിയത്തുകടവിൽ സമാപിച്ചു. സമാപന പരിപാടി പയ്യന്നൂർ MLA TA മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമി സംഘടിപ്പിച്ച പുഴ ശുചീകരണ യജ്ഞത്തിന്റെ സമാപന പരിപാടി ഉളിയത്തുകടവിൽ TA മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. ശുചീകരണ പരിപാടിക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ ചാൾസൺ ഏഴിമലയെയും 30 വളണ്ടിയർമാരെയും MLA ആദരിച്ചു. അക്കാദമി സെക്രട്ടറി ജാക്സൺ ഏഴിമല സ്വാഗതം പറഞ്ഞു. ഉപ്പള ഫയർ സ്റ്റേഷൻ ഓഫീസർ CP രാജേഷ്, തൃക്കരിപ്പൂർ സ്റ്റേഷൻ ഓഫീസർ പ്രഭാകരൻ KV, ഫയർ ഓഫീസർമാരായ CP ഗോകുൽദാസ്, കൂത്തുപറമ്പ് സ്റ്റേഷൻ ഓഫീസർ മനോജ്, മണ്ടൂർ ശങ്കരവിലാസം UP സ്കൂൾ മാനേജർ കേശവൻ നമ്പൂതിരി, മാധ്യമപ്രവർത്തകൻ റഫീഖ് കമാൽ, ദേശീയ കയാക്കിംഗ് താരം സ്വാലിഹ റഫീഖ്, വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻ ഷാജോൺ സുമേഷ് തുടങ്ങിയവരും മത്സ്യത്തൊഴിലാളികളും തായ്നേരി SABTM സ്കൂളിലെ NSS വളണ്ടിയർമാരും ഉൾപ്പെടെ 56 പേർ ശുചീകരണ പരിപാടിയിൽ പങ്കെടുത്തു. കൗവായി പാലത്തിന് സമീപത്ത് നിന്ന് ആരംഭിച്ച പരിപാടി നഗരസഭാ കൗൺസിലർ സമീറ ടീച്ചർ ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരളം സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമാക്കാൻ കേരള ഗവൺമെന്റ് തീവ്ര ശ്രമങ്ങൾ നടത്തിവരികയാണ്. ഇതിന്റെ ഭാഗമാകാനാണ് ചാൾസൺ ഏഴിമലയുടെ നേതൃത്വത്തിൽ അക്കാദമി പുഴ ശുചീകരണം സംഘടിപ്പിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂരിന്റെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറസാന്നിധ്യമായ പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനത്തിനൊരുങ്ങി. തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിക്ക് ജോൺ ബ്രിട്ടാസ് MP ഉദ്ഘാടനം നിർവഹിക്കും. 13 വർഷമായി കരിവെള്ളൂരിലും പരിസര പ്രദേശങ്ങളിലും സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിൽ സജീവ സാന്നിധ്യമായ പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയത്തിന് കെട്ടിടമൊരുങ്ങി. ചുരുങ്ങിയ കാലം കൊണ്ട് സാമൂഹിക ഇടപെടലിലൂടെ പാലക്കുന്ന് ഗ്രാമത്തിന്റെ വെളിച്ചമാകാൻ പാഠശാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രഭാത സവാരിക്കിടെ സ്ത്രീകളെ ആക്രമിക്കുന്ന സാമൂഹ്യദ്രോഹികൾക്കെതിരെ വനിതാവേദി നടത്തിയ പ്രതിഷേധ പ്രഭാത സവാരി, ചായക്കട ചർച്ച, 60ഓളം എഴുത്തുകാരുടെ സാന്നിധ്യത്തിൽ നടന്ന പുസ്തക വിചാരം തുടങ്ങിയവ ശ്രദ്ധേയമായി. പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയത്തിന് നിർമ്മിച്ചിട്ടുള്ള പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് പ്രശസ്ത വാഗ്മിയും രാജ്യസഭാ MPയുമായ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് നിർവഹിക്കുകയാണ്. 6000-ലധികം പുസ്തകങ്ങളുള്ള ഗ്രന്ഥാലയത്തിൽ വനിതാവേദി, ബാലവേദി, വയോജനവേദി എന്നിവയും സജീവമാണ്. ഏപ്രിൽ 28-ന് ജോൺ ബ്രിട്ടാസ് MP കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. TA മധുസൂദനൻ MLA അധ്യക്ഷനാകും. കവി CM വിനയചന്ദ്രൻ പ്രഭാഷണം നടത്തും. പാഠശാലയുടെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ, നാടകം എന്നിവയും ഉണ്ടാകും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ഏരിയ പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് KVP പ്രീത ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ഏരിയ പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു. പയ്യന്നൂർ AKG ഭവനിലെ T ഗോവിന്ദൻ ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പ്രസിഡന്റ് KPV പ്രീത ഉദ്ഘാടനം ചെയ്തു.
ദിവ്യായ സയ്യരുടെ കമൻറ്റിൻ്റെ താഴെ വന്നിട്ടുള്ള നമ്മുടെ നാട്ടിലെ മലയാളം സംസാരിക്കാൻ അറിയുന്നവരാണവർ, മലയാളം എഴുതാൻ അറിയുന്നവരാണവർ, മലയാള ഭാഷയുടെയും മലയാളത്തിൻ്റെയും പ്രത്യേകതകളൊക്കെ അനുഭവിക്കുകയും അറിയുകയും ചെയ്യുന്നവരാണവർ. അവരാണ് അങ്ങേയറ്റം വൃത്തികെട്ട പോസ്റ്റുകൾ ദിവ്യായ സയ്യരുടെ കമൻറ്റിൻ്റെ താഴെ എഴുതിയത്. PV സുജ അധ്യക്ഷത വഹിച്ചു. പി ശ്യാമള, KP ജ്യോതി, VK നിഷ, ഈശ്വരി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ബാലസംഘം പെരിങ്ങോം ഏരിയ കമ്മിറ്റിയുടെ വേനൽത്തുമ്പി പര്യടനത്തിന് സമാപനമായി. സമാപന സമ്മേളനം കരിങ്കുഴിയിൽ ബാലസംഘം മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഋഷിത സി പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം പെരിങ്ങോം ഏരിയ കമ്മിറ്റിയുടെ വേനൽത്തുമ്പി പര്യടനത്തിന് സമാപനമായി. കാങ്കോൽ കരിങ്കുഴിയിലെത്തിയ സംഘത്തെ ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെയാണ് സ്വീകരിച്ചത്. തുടർന്ന് ചിന്താ തിയേറ്റേഴ്സ് അങ്കണത്തിൽ നടന്ന സമാപന സമ്മേളനം ബാലസംഘം മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഋഷിത സി പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ 2013 തുമ്പിയായിരുന്നു. അങ്ങനെ തുമ്പിയായിട്ട് തന്നെയാണ് സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തുമ്പി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാരണം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പരിശീലന ക്യാമ്പ് പൂർത്തീകരിച്ചുകൊണ്ട് ഏരിയ തല ഉദ്ഘാടനത്തിന് ശേഷം ഇന്നതാ ഈ സമാപനത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ ഈ പെരിങ്ങോം ഏരിയക്കകത്തുള്ള ഒരു പറ്റം മേഖലകളിലേക്ക് നമ്മുടെ തുമ്പി കൂട്ടുകാർ എന്ത് ചെയ്തിട്ടുണ്ട്. ചടങ്ങിൽ കമലാക്ഷൻ അധ്യക്ഷനായി. KP കണ്ണൻ, മൂലച്ചേരി നാരായണൻ, കോക്കാട് നാരായണൻ, ദയാ ഗോവിന്ദ്, ഗംഗാധരൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. വർത്തമാനകാലത്തെ ഗ്രസിക്കുന്ന ലഹരിയുടെ വിപത്തുകൾ വിളിച്ചോതിയ ബാലസംഘം പെരിങ്ങോം ഏരിയ കമ്മിറ്റിയുടെ വേനൽത്തുമ്പി സമാപിച്ചു. 5 ദിവസം നീണ്ടുനിന്നതായിരുന്നു പര്യടനം. വർത്തമാനകാലത്തെ ഗ്രസിക്കുന്ന ലഹരിയുടെ വിപത്തുകൾ വിളിച്ചോതിയ ബാലസംഘം പെരിങ്ങോം ഏരിയ കമ്മിറ്റിയുടെ വേനൽത്തുമ്പിക്ക് സമാപനമായി. കെണി, പാവങ്ങൾ, പന്തുകളി എന്നീ 3 നാടകങ്ങൾ പുതിയ കാലത്തിനു നേരെ തിരിച്ചുവെച്ച കണ്ണാടിയായി. 4 സംഗീത ശില്പങ്ങളാകട്ടെ അരാഷ്ട്രീയവത്കരിക്കപ്പെടുന്ന സമൂഹത്തിന്റെ പ്രത്യാഘാതങ്ങളെ തുറന്നുകാട്ടുന്നു. കുട്ടികൾക്ക് നേരെയുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളെയും സമൂഹത്തിലേക്ക് എത്തിക്കുവാനും വേനൽത്തുമ്പിയിലെ കലാപരിപാടികളിലൂടെ സാധിച്ചു. 5 ദിവസം നീണ്ടുനിൽക്കുന്നതായിരുന്നു പര്യടനം. KP കമലാക്ഷനാണ് ക്യാമ്പ് മാനേജർ. സംവിധാനം ശ്രീഹരി സുരേഷ്. സംഘാടക സമിതി കൺവീനർ PV സതീശൻ, ചെയർമാൻ KV ഗോപിനാഥൻ എന്നിവർ നേതൃത്വം നൽകുന്നു. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. പഴയങ്ങാടി മഹാത്മാ സേവാഗ്രാമത്തിന്റെ ആഭിമുഖ്യത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനും ഭീകരവിരുദ്ധ പോരാട്ടത്തിനുമായി മാനവ ഐക്യം ശക്തിപ്പെടുത്തുന്നതിനും ജാഗ്രതാ സന്ദേശജാല തെളിച്ചു. പഴയങ്ങാടി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി കോൺഗ്രസ് നേതാവ് PV സുമേഷ് ഉദ്ഘാടനം ചെയ്തു. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനും ഭീകരവിരുദ്ധ പോരാട്ടത്തിനായി മാനവ ഐക്യം ശക്തിപ്പെടുത്തുന്നതിനും പഴയങ്ങാടി മഹാത്മാ സേവാഗ്രാമിന്റെ ആഭിമുഖ്യത്തിൽ ജാഗ്രതാ സന്ദേശ ജ്വാല തെളിയിച്ചു. പഴയങ്ങാടി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നടന്ന പരിപാടി കോൺഗ്രസ് നേതാവ് PV സുമേഷ് ഉദ്ഘാടനം ചെയ്തു. മഹാത്മാ സേവാഗ്രാം ചെയർമാൻ കാപ്പാടൻ ശശിധരൻ അധ്യക്ഷത വഹിച്ചു. CH വരുൺ കൃഷ്ണൻ ഭീകരവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. NV രാധാകൃഷ്ണൻ, KV സതീഷ് കുമാർ കുഞ്ഞിമംഗലം, രാജേഷ് പാലങ്ങാട്ട്, TV നിതീഷ്, CT അമീറലി, മുരളി പണ്ണേരി, TP ജഗദീശൻ, ഷമീർ മാട്ടൂൽ എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. മേടമാസത്തിലെ അമാവാസി നാളിൽ മാടായി തിരുവർക്കാട്ടുകാവിൽ ദർശനം നടത്താനെത്തിയത് 10,000. കർണാടക സംസ്ഥാനത്ത് നിന്നുള്ള ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ കൂടുതലായും എത്തിയത്. വൻ ഭക്തജന തിരക്കാണ് ശനിയാഴ്ച രാത്രി മുതൽ മാടായിക്കാവിൽ അനുഭവപ്പെട്ടത്. ഭക്തജനങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കാതെ ക്ഷേത്ര ജീവനക്കാർ വലഞ്ഞു. ക്ഷേത്രത്തിലേക്കുള്ള വഴികളെല്ലാം വാഹനങ്ങൾ നിറഞ്ഞ് ബ്ലോക്കാവുകയും ചെയ്തു. ഒടുവിൽ പഴയങ്ങാടി പോലീസ് എത്തിയാണ് ഭക്തജനങ്ങളെ നിയന്ത്രിച്ചത്. മേടമാസത്തിലെ അമാവാസി നാൾ മാടായിക്കാവിൽ എത്തി തൊഴുന്നത് ഏറെ പ്രാധാന്യമായാണ് കർണാടകത്തിലെ ജനങ്ങൾ കരുതുന്നത്. ശനി ഞായർ ദിവസങ്ങളിൽ കർണാടക മേഖലയിൽ നിന്നുള്ള ജനങ്ങളാണ് കൂടുതലായും എത്തിയത്. മണിക്കൂറുകളോളം സമയം ക്യൂവിൽ നിന്നാണിവർ ക്ഷേത്ര ദർശനം നടത്തിയത്. ക്ഷേത്രത്തിൽ തിരക്ക് വർദ്ധിക്കുമ്പോൾ ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കാത്തത് ഭക്തജനങ്ങളെ വലച്ചു. തിരക്കനുഭവപ്പെട്ടത് ദേവിക്ക് തൃപ്തി വരുന്ന ദിവസമാണ് ഇന്ന്. ഈ ശിവന് ക്ഷമ വരുന്ന ദിവസമാണല്ലോ ശിവരാത്രി എന്ന് പറഞ്ഞ പോലെ ദേവിക്ക് ഒരു ക്ഷമയോടുകൂടി എല്ലാം അനുഗ്രഹിക്കാനും ആസ്വദിക്കാനും പറ്റുന്ന ഒരു ദിവസമാണ് ഈ അമാവാസി ദിവസമായിട്ട് മേടമാസത്തിലെ വൈശാഖത്തിലെ അമാവാസി. ഉത്തര കേരളത്തിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്ന മാടായിക്കാവിന്റെ അടിസ്ഥാന വികസനത്തിന് സൗകര്യമൊരുക്കാൻ നടപടി വേണമെന്ന് ഭക്തജനങ്ങൾ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി.
കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് പയ്യന്നൂർ ഏപ്പോളിൽ നിന്നും വിരമിക്കുന്നവർക്കായുള്ള യാത്രയപ്പും ഉപഹാര സമർപ്പണവും നടന്നു. പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്ന ചടങ്ങ് ടി.ഐ. മധുസൂദനൻ എം.എൽ.എ ഉദ്ഘാടനം ചെയ്തു. കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് പയ്യന്നൂർ ഏപ്പോളിൽ നിന്നും വിരമിക്കുന്ന ടി. ശ്രീനിവാസൻ, വി. ഇ. ചന്ദ്രൻ, എ. വി. ശശിധരൻ എന്നിവർക്ക് യാത്രയപ്പും ഉപഹാര സമർപ്പണവും നടന്നു. പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്ന യാത്രയപ്പ് ചടങ്ങ് ടി.ഐ. മധുസൂദനൻ എം.എൽ.എ ഉദ്ഘാടനം ചെയ്തു. CITU ജില്ലാ സെക്രട്ടറി പി. വി. കുഞ്ഞപ്പൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. എ. പി. നാരായണൻ അധ്യക്ഷത വഹിച്ചു. എം. പ്രദീപ് കുമാർ, യു. വി. രാമചന്ദ്രൻ, കെ. വി. മോഹനൻ, കെ. ശൈലേഷ്, കെ. മോഹനൻ, കെ. യു. വിജയകുമാർ, ടി. ടി. രാജൻ, വി. വി. നിധീഷ്, കെ. ഭവിത്ത്, എം. രഞ്ജിത്ത്, ഇ. ജിജി, എൻ. ഇ. രാജേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അക്ഷരവെളിച്ചം പകർന്നേകി 100 വർഷങ്ങൾ പിന്നിട്ട ഉദിനൂർ സൗത്ത് ഇസ്ലാമിയ LP സ്കൂൾ ശതാബ്ദി ആഘോഷ ഭാഗമായി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. സിനിമാ നടൻ ഉണ്ണിരാജ് ചെറുവത്തൂർ സംഗമം ഉദ്ഘാടനം ചെയ്തു. വിവിധ തലമുറകളിൽപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളാണ് സ്കൂൾ അങ്കണത്തിൽ ഒത്തുചേർന്നത്. കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് സുരേഷ് പള്ളിപ്പാറ നാടൻപാട്ട് മേളം അവതരിപ്പിച്ചു. തുടർന്ന് നാട്ടുകാർക്ക് സ്നേഹസദ്യ നടന്നു. സ്കൂൾ പ്രധാനാധ്യാപകൻ AC അത്താവുള്ള, NKP ഷാഹുൽ ഹമീദ്, KV കൃഷ്ണൻ, EP ശൈലജ, TS മുഹമ്മദ് കുഞ്ഞി, S സുകുമാരൻ, T സുഹറ, N മജീദ്, T താഹിറ എന്നിവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന സമാപന പരിപാടിയുടെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സിനിമാ നടൻ PP കുഞ്ഞികൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാടായി ഗ്രാമപഞ്ചായത്ത് മാടായി പാറയിലെ പാളയം ഗ്രൗണ്ടിൽ നടത്തുന്ന മാടായി ഉത്സവത്തിന്റെ ഭാഗമായി വിളംബര ജാഥ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സഹിദ് കായിക്കാരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. മാടായിയുടെ പൈതൃകം വിളിച്ചോതിയുള്ള വിളംബര ഘോഷയാത്ര നടന്നു. മാടായി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സഹിദ് കായിക്കാരൻ, ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ, മാടായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV ധനലക്ഷ്മി, സ്ഥിരം സമിതി അധ്യക്ഷൻ MB കുഞ്ഞിക്കാതിരി, അധ്യക്ഷന്മാരായ റഷീദ ഒടിയിൽ, SKP വഹീദ, P ജനാർദ്ദനൻ, AP ബദറുദ്ദീൻ, മോഹനൻ കക്കപ്രവൻ, SU റഫീഖ്, PV അബ്ദുള്ള എന്നിവർ സംബന്ധിച്ചു. മെയ് 4 വരെയാണ് മാടായി ഉത്സവം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പെരുവാമ്പ വിജയ വായനശാല ഗ്രന്ഥാലയത്തിന്റെ വാർഷികാഘോഷവും കെട്ടിടോദ്ഘാടനവും നടന്നു. ടി.ഐ. മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. പെരുവാമ്പ വിജയ വായനശാല ഗ്രന്ഥാലയം 35ാം വാർഷികാഘോഷം ഉദ്ഘാടനവും മുൻ MLA C. കൃഷ്ണന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച 1ാം നില കെട്ടിടോദ്ഘാടനവും ടി.ഐ. മധുസൂദനൻ MLA നിർവഹിച്ചു. സാങ്കേതികമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. എല്ലാവരും കൂടി ഒരു സ്ഥലമെടുത്താൽ അത് നല്ല മനോഹരമായിട്ടുള്ള കളിസ്ഥലമാക്കി മാറ്റുന്നതിനുള്ള എല്ലാ സാമ്പത്തിക സഹായവും നൽകുന്നതിന് നിങ്ങൾക്കൊരു സംശയം വേണ്ട. നിങ്ങളുടെ കുറച്ച് സ്ഥലമെടുത്താൽ 50 ലക്ഷം ഞങ്ങൾ തരും. ശ്രീധരൻ ആലന്തട്ട ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. CM വിനയചന്ദ്രൻ സാംസ്കാരിക പ്രഭാഷണം നടത്തി. ഷൈനി ബിജേഷ്, TNB കൃഷ്ണൻ, NV ശ്രീനിവാസൻ, P ബാലകൃഷ്ണൻ, M സുഭാഷ്, P ഭാസ്കരൻ, P ലക്ഷ്മണൻ, NB ശോഭ, A ദാമോദരൻ, K രതീശൻ, ഇഷ രാജ്, K മിനി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. IRPC പെരളം സൗത്ത് ലോക്കലിന്റെ ആഭിമുഖ്യത്തിൽ വാർഷിക സംഗമം സംഘടിപ്പിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം M രാഘവൻ ഉദ്ഘാടനം ചെയ്തു. IRPC പെരളം സൗത്ത് ലോക്കലിന്റെ ആഭിമുഖ്യത്തിൽ വാർഷിക സംഗമം സംഘടിപ്പിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം M രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി HI സന്തോഷ് R ലഹരി വിരുദ്ധ ക്ലാസ് കൈകാര്യം ചെയ്തു. KV രാധാകൃഷ്ണൻ, C ബാലകൃഷ്ണൻ, PP ചന്ദ്രൻ, CV ഗോപി, നളിനി ടീച്ചർ, K രാജീവൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ കൊക്കാനിശ്ശേരി മടത്തുംപടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന അഷ്ടബന്ധ നവീകരണ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായി ഞായറാഴ്ച വിവിധ പൂജകൾ നടന്നു. ക്ഷേത്രം തന്ത്രി അബ്ലി വടക്കേ ഇല്ലത്ത് ശങ്കരവാദ്യൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. പയ്യന്നൂർ കൊക്കാനിശ്ശേരി മഠത്തുംപടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അഷ്ടബന്ധ നവീകരണ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ പൂജകൾ നടന്നുവരുന്നു. ക്ഷേത്രം തന്ത്രി അബ്ലി വടക്കേ ഇല്ലത്ത് ശങ്കരവാദ്യൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. അഷ്ടബന്ധ നവീകരണ ബ്രഹ്മകലശ മഹോത്സവത്തോടനുബന്ധിച്ച് ഞായറാഴ്ച രാവിലെ അഗ്നിജനനം, തത്വഹോമം, തത്വകലശ പൂജ, അനുജ്ഞാകലശ ബ്രഹ്മകലശ പൂജ, മരപ്പാണി,
കുംഭേശ കർക്കരി കലശ പൂജ, തത്വകലശാഭിഷേകം, ഉച്ചപൂജ തുടങ്ങിയവ നടന്നു. പരികലശ പൂജ, അധിവാസ ഹോമം, മുളപൂജ, കലശാധിവാസം, അത്താഴപൂജ എന്നിവയോടെയാണ് ഞായറാഴ്ചത്തെ താന്ത്രിക കർമ്മങ്ങൾ നടന്നത്. മെയ് 3 വരെയാണ് അഷ്ടബന്ധ നവീകരണ ബ്രഹ്മകലശ മഹോത്സവം നടക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ആലപ്പുഴ ശ്രീ വേട്ടക്കുരുമകൻ കോട്ടം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ഭക്തിഗാനസുധ സംഘടിപ്പിച്ചു. നിരവധി പേർ ഭക്തിഗാനങ്ങൾ കേൾക്കാൻ ക്ഷേത്രസന്നിധിയിലെത്തിയിരുന്നു. ആലപ്പടമ്പ ശ്രീ വേട്ടക്കുരുമകൻ കോട്ടം നവീകരണ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെയും കളിയാട്ട മഹോത്സവത്തിന്റെയും ഭാഗമായി ഭക്തിഗാനസുധ സംഘടിപ്പിച്ചു. പ്രാദേശിക ഗായകർ അണിനിരന്ന സംഘമാണ് പാട്ടുകൾ അവതരിപ്പിച്ചത്. നിരവധി പേർ ഭക്തിഗാനങ്ങൾ കേൾക്കാനെത്തി. തുടർന്ന് ഫ്യൂഷൻ ഡാൻസ്, കൈകൊട്ടികളി എന്നിവ അരങ്ങേറി. ഉത്സവം മെയ് 3 സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.